ക്ലാസ് കഴിഞ്ഞിട്ട് എത്രയായി? 1.5 മാസം. 1.5 മാസമായി. ആ, 1.5 ക്ലാസ്സിന് ചേരുമ്പോ എന്തൊക്കെയായിരുന്നു പ്രശ്നങ്ങൾ? പ്രശ്നങ്ങളെന്ന് പറഞ്ഞു എനിക്ക് ഞാൻ ഹിമാചലിൽ ധ്യാനമൊക്കെ ചെയ്യുന്നുണ്ട് സാർ. അപ്പൊ മെയിനായിട്ട് എനിക്ക് ധ്യാനത്തിൽ കൂടുതൽ ഇതാവണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തത്. കൂടുതൽ നമുക്ക് ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ടാണ്, ചിന്തകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് സാർ. ഞാൻ ഇതിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അമൃതാനന്ദമയിന്റെ അമ്മന്റെ ഭക്തിയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് സാർ. അപ്പൊ എനിക്ക് മെയിൻ ഞാൻ ധ്യാനത്തിൽ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് ഒറ്റ ഉദ്ദേശം വെച്ചാണ് ഇപ്പോൾ ഈ ക്രിയകളൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ വളരെ നല്ല ശ്രദ്ധ സാർ. എനിക്ക് അത്ഭുതമാണ്. വിഷ്ണു സഹസ്രനാമം ചൊല്ലി കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഇതുണ്ടാവും, പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ശ്രദ്ധയേ ഉണ്ടാവില്ല, വെറുതെ ചൊല്ലി അവസാനിപ്പിക്കും. ഇപ്പൊ അങ്ങനെയല്ല സാർ. ഇപ്പൊ നല്ല ഒരു അങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ നല്ലൊരു ഇതുണ്ട്. പക്ഷെ ഇപ്പൊ ഒരു ജോലി ചെയ്യുമ്പോഴൊക്കെ എന്താ സംഭവിക്കുന്നത് സാർ, ഭയങ്കര വൈബ്രേഷൻ തലയിൽ, എനിക്ക് ഇരിക്കാനും പറ്റുന്നില്ല. ശ്രദ്ധ കൂടുകയും ചെയ്യുന്ന നെറ്റിയിലും തന്നെ ഭയങ്കര ഒരു ചുറുചുറുക്ക് പിടിക്കാൻ, നടക്കം പിടിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സംസാരിക്കുമ്പോഴും ഭയങ്കര വൈബ്രേഷൻ ആണ് സാർ. അത് കുറയ്ക്കാൻ വേണ്ട മാർഗമുണ്ട് സാർ? കുറയ്ക്കാനൊന്നും പറ്റില്ല. ഇത് ഈ ക്രിയകൾ അത്രയും ശക്തമായതുകൊണ്ടാണ് നിങ്ങൾക്ക് വർഷങ്ങളോളം പണിയെടുത്താൽ കിട്ടുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് 1 മാസം കൊണ്ട് കിട്ടിയതില്ല സാർ. അപ്പൊ അത് ആസ്വദിക്കുക. ആസ്വദിക്കുകയല്ല സാർ. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഈ ജോലി ചെയ്യുമ്പോഴും അമ്പലത്തിൽ പോകുമ്പോഴും അതൊപ്പം നോക്കാം സാർ. എനിക്ക് എന്റെ തല അങ്ങനെ എന്താ പറയാ, എനർജി കൊണ്ട് എനിക്ക് ഭയങ്കര ഇത് സാർ. അതുകൊണ്ട് ദോഷമൊന്നും വരില്ലല്ലോ സാർ? ദോഷമൊന്നും വരില്ല, അതൊക്കെ ആസ്വദിച്ച് ശ്രദ്ധിക്കല്ലോ സാർ. വല്ലാതെ അമിതമാണ്, താങ്ങാൻ പറ്റണില്ല തോന്നുകയാണെങ്കിൽ എണ്ണം കുറച്ച് ചെയ്യാം ക്രിയകൾ. ഈ ക്രിയ ഉണ്ട് അല്ലേ സാർ? ഞാൻ അതിന് വേണ്ടിയിട്ടാണ് സാർ മെയിനായിട്ട് നിങ്ങളെ വിളിച്ചത്. അപ്പൊ ഇപ്പൊ നമ്മള് 51 അതൊക്കെ അതിന്റെ എണ്ണം നിങ്ങളെ യുക്തി പോലെ കുറച്ച് ശരി സാർ. താങ്ക് യു സാർ. താങ്ക് യു. ഇങ്ങനെ ഒരു ഇത് പഠിപ്പിച്ചു തന്നതിന് നന്ദി സാർ. എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവും. എല്ലാവർക്കും അത് കിട്ടട്ടെ. അതെ സാർ. താങ്ക് യു. അമിതമായ ക്ഷീണം, ഉറക്കമില്ലായ്മ, വിഷാദം, ഉത്കണ്ഠ, ഉറക്കം തൂങ്ങൽ, ഏകാഗ്രതക്കുറവ്, നിയന്ത്രിക്കാനാവാത്ത കോപം, ആത്മവിശ്വാസമില്ലായ്മ, ഊർക്കം വലി, ഏകാഗ്രതക്കുറവ്, ശരീരത്തിന് ഉണ്ടാകുന്ന അമിതമായ ഉഷ്ണം എന്നിവ സ്വയം പരിഹരിക്കാം ദിവസവും അരമണിക്കൂർ പ്രാണായാമ അഭ്യസനത്തിലൂടെ. ഏകദിന പ്രാണായാമ പരിശീലനം ഞായറാഴ്ച രാവിലെ 7:30 മുതൽ 9:30 വരെ. താല്പര്യമുള്ളവർ 9895610455 എന്ന നമ്പറിലേക്ക് പ്രാണായാമ രജിസ്ട്രേഷൻ എന്ന് വാട്സപ്പ് ചെയ്യുക.